കാട്ടാനകൾക്കു പിന്നാലെ ആറള ഫാമിൽ മലാനുകളുടെ എണ്ണവും ഉയരുന്നു. ഫാം കൃഷിയിടത്തിലും പുനരധിവാസ മേഖലയിലുമായി 600 മുതൽ 1000 വരെ മലാനുകൾ താവളം ഒരുക്കിയിട്ടുള്ളതായാണ് ജീവനക്കാരും താമസക്കാരും പറയുന്നത്. ഫാമിന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഗുരുതര ഭീഷണിയാണ് ഇവയുണ്ടാക്കുന്നതും. അതോടൊപ്പം കടുവ സാന്നിധ്യം വർദ്ധിക്കാൻ സാഹചര്യമൊരുക്കുന്നു. ആനമതിൽ നിർമ്മാണം ഉൾപ്പെടെ നിലവിൽ എല്ലാവരുടെയും കരുതൽ ആറളത്ത് തമ്പടിച്ച കാട്ടാനകളെ എങ്ങനെയെങ്കിലും വനത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ മുന്നോട്ടു പോകുമ്പോഴാണ് മലാനുകളും ഭീഷണിയാവുന്നത്. കുരങ്ങ്, മലയണ്ണാൻ, കാട്ടുപന്നി എന്നിവ ഫാം മേഖലയിൽ ശല്യം തീർക്കുന്നുണ്ടെങ്കിലും കാട്ടാന കഴിഞ്ഞാൽ ഏറ്റവും രൂക്ഷം മലാനുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് തന്നെയാണ്. 4000 ഏക്കർ ഭൂമി പുനരധിവാസത്തിനും 3500 ഏക്കർ ഭൂമി കൃഷിക്കുമായി നിശ്ചയിച്ചിട്ടുള്ള ഫാം മേഖലയിൽ 1200 കുടുംബങ്ങൾ മാത്രമാണ് താമസമാക്കിയിട്ടുള്ളത്. പുനരധിവാസ മേഖലയിൽ ബാക്കിയുള്ള 2700 ഏക്കർ കാട് പിടിച്ചു കിടക്കുകയാണ്. ഫാം കാർഷിക മേഖലയിലും കാട് പിടിച്ച പ്രദേശങ്ങളുണ്ട്. നിത്യഹരിതം, ഇലപ്പൊഴിയും മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഇടതൂർന്ന പുല്ലുകളുടെ ആവരണം, ഓടക്കാടുകൾ എന്നിവയാൽ സമ്പന്നമായ ഫാം ഭൂമി മലാന് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയാണ്. സ്വാഭാവിക തീറ്റയുടെ ലഭ്യതയ്ക്ക് പുറമെ ഫാമിലെ കശുമാമ്പഴവും മറ്റു പഴങ്ങളും മലാനുകൾ ഭക്ഷണമാക്കുന്നു. ഇത് മലാനുകളുടെ തനത് ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തുന്നു. 5 മുതൽ 10 വരെ എണ്ണമുള്ള ചെറു കൂട്ടങ്ങളായാണ് ഫാമിൽ ഇവയുടെ വിഹാരം. വർഷത്തിൽ ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കണക്കാക്കുമ്പോൾ വംശവർധന വേഗത്തിലാണ്. പകൽ സമയത്ത് കുറ്റിക്കാടുകളിലും നനവുള്ള കാട് മൂടിയ പ്രദേശങ്ങളിലും ഇവ വിശ്രമിക്കും. രാത്രി ഭക്ഷണം തേടിയിറങ്ങും. പുനരധിവാസ മേഖലയ്ക്കും ഫാമിനും വലിയ വെല്ലുവിളിയാണ് ഇവ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫാം പുനരധിവാസ മേഖലയിൽ കൃഷിയെ അടിസ്ഥാനമാക്കി എന്തു വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിലും മലാനുകളെ തുരത്തേണ്ടതും പ്രധാനമാണ്. മലാനുകൾ കൂടുതലായി ഉള്ളിടത്ത് കടുവകളുടെ സാന്നിധ്യവും ശക്തമാകും. കഴിഞ്ഞ 2 വർഷങ്ങളിലും ആറള ഫാമിൽ കടുവ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ജനവാസ മേഖലകളിൽ കടുവ സാന്നിധ്യം ഉണ്ടായാൽ അത് മനുഷ്യ വന്യജീവി സംഘർഷം പുതിയ ഭീഷണിയും സൃഷ്ടിക്കും. ആറളം വന്യജീവി സങ്കേതത്തിലും കടുവകൾ ഉള്ളതാണ്. മലാനുകളെ വന്യജീവി സങ്കേതത്തിൽ എത്തിക്കുന്നതിലൂടെ കടുവകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങാനുള്ള സാധ്യത പ്രതിരോധിക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, ഏജന്റ്.